എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ അളവിലാണ് ബീഫ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയുള്ള ബീഫാണ്. ഇതിപ്പോൾ കഴുകി വെള്ളം കളഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പൊടിയാണ്, അതാണ് കുറച്ച് മാത്രം ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ഇനി ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി ആവശ്യമായിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലയും ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളമാണ്. ചില ബീഫിന് വേവ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്, അല്ലേ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി മസാലയെല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഒരു 6-7 വിസിൽ കേട്ടാൽ മതിയാകും. ഈ ഒരു സമയം കൊണ്ട് മറ്റൊരു ചട്ടി വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഇരുമ്പിന്റെ ചട്ടിയാണ് എടുത്തത്. ഇനി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. ഇനി നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കുവാണേ. ഇതുപോലെ ഇഞ്ചി ഒന്ന് ചൂടായി കിട്ടുമ്പോൾ 1 കിലോ ബീഫിന് ഞാനിപ്പോൾ 2 സവാളയാണ് എടുത്തത്. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് വരട്ടി കൊടുക്കാം. എല്ലാ സമയത്തും മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതി. ഈ രീതിയിൽ നമ്മുടെ സവാളയുടെ നിറം മാറി തുടങ്ങുമ്പോൾ ഇനി വേണ്ടത് അത്യാവശ്യം വലിയ തക്കാളിയിൽ 2 എണ്ണം നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയട്ടെ. ഇപ്പോൾ നന്നായി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ ഒരു സമയം കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഒരു അല്പസമയം മീഡിയം പരുവത്തിൽ ഫ്ലെയിം വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ ഗ്രേവി കംപ്ലീറ്റ് വറ്റി കിട്ടണം. സവാളയും തക്കാളിയും എല്ലാം ഈ ബീഫിലേക്ക് പിടിച്ചു കിട്ടണം. എന്നിട്ട് വരട്ടിക്കൊണ്ടേയിരിക്കണം. എത്രത്തോളം നമ്മൾ വരട്ടുന്നോ അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ബീഫിലെ ഗ്രേവി എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല റോസ്റ്റ് പരുവമായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും 2-3 പച്ചമുളകും ചേർക്കുകയാണേ. ഇതും കൂടെ ഇട്ടിട്ട് വീണ്ടും കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുക്കണം. ഇനി കൂടുതൽ വരട്ടണ്ട. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. വളരെ രുചികരമായ ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് സൈഡായിട്ട് എടുക്കാവുന്നതാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് നല്ല അരിപ്പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയിൽ പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.